മലയാളി മെമ്മോറിയൽ. തിരുവിതാംകൂറിലെ ആദ്യ ജനകീയ പ്രക്ഷോഭം മലയാളി മെമ്മോറിയൽ. തിരുവിതാംകൂറിലെ ആദ്യ ജനകീയ പ്രക്ഷോഭം മലയാളി മെമ്മോറിയൽ. തിരുവിതാംകൂർ തിരുവിതാംകൂറുകാർക്ക് എന്ന മുദ്രാവാക്യം ഏത് പ്രക്ഷോഭവുമായി ഉയർന്നു വന്നതാണ് മലയാളി മെമ്മോറിയൽ. തിരുവിതാംകൂർ തിരുവിതാംകൂറുകാർക്ക് എന്ന മുദ്രാവാക്യം ഏത് പ്രക്ഷോഭവുമായി ഉയർന്നു വന്നതാണ് മലയാളി മെമ്മോറിയൽ. അക്കാലത്ത് തിരുവിതാംകൂറിലെ ഉയർന്ന ഉദ്യോഗങ്ങളിൽ തിരുവിതാംകൂറുകാർ അല്ലാത്ത തമിഴ് ബ്രാഹ്മണരെ ആയിരുന്നു നിയമിച്ചിരുന്നത്. തദ്ദേശീയരായ തിരുവിതാംകൂറുകാർക്ക് നിയമനം വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് മലയാളി മെമ്മോറിയലിന് രൂപം കൊടുത്തത്. മലയാളി മെമ്മോറിയൽ ശ്രീമൂലം തിരുനാൾ രാജാവിന് സമർപ്പിച്ചത് 1891 ജനുവരി 1-ന്. മലയാളി മെമ്മോറിയൽ ശ്രീമൂലം തിരുനാൾ രാജാവിന് സമർപ്പിച്ചത് 1891 ജനുവരി 1-ന്. മലയാളി മെമ്മോറിയലിന്റെ ശില്പി ബാരിസ്റ്റർ ജി.പി. പിള്ള. മലയാളി മെമ്മോറിയലിന്റെ ശില്പി ബാരിസ്റ്റർ ജി.പി. പിള്ള. മലയാളി മെമ്മോറിയൽ എഴുതി തയ്യാറാക്കിയത് സി.വി. രാമൻ പിള്ള. മലയാളി മെമ്മോറിയൽ എഴുതി തയ്യാറാക്കിയത് സി.വി. രാമൻ പിള്ള. 10,028 പേർ മലയാളി മെമ്മോറിയലിൽ ഒപ്പുവെച്ചു. ആദ്യം ഒപ്പുവെച്ചത് കെ.പി. ശങ്കരമേനോൻ, രണ്ടാമതായി ബാരിസ്റ്റർ ജി.പി. പിള്ള, മൂന്നാമത് ഒപ്പുവെച്ചത് ഡോക്ടർ പി. പൽപ്പു. ആദ്യം ഒപ്പുവെച്ചത് കെ.പി. ശങ്കരമേനോൻ, രണ്ടാമതായി ബാരിസ്റ്റർ ജി.പി. പിള്ള, മൂന്നാമത് ഒപ്പുവെച്ചത് ഡോക്ടർ പി. പൽപ്പു. മലയാളി മെമ്മോറിയലിനെ എതിർത്തുകൊണ്ട് തമിഴ് ബ്രാഹ്മണർ എതിർ മെമ്മോറിയൽ സമർപ്പിച്ചത് 1891 ഇ. രാമയ്യർ. മലയാളി മെമ്മോറിയലിനെ എതിർത്തുകൊണ്ട് തമിഴ് ബ്രാഹ്മണർ എതിർ മെമ്മോറിയൽ സമർപ്പിച്ചത് 1891 ഇ. രാമയ്യർ. മലയാളി മെമ്മോറിയലിന് പിന്തുണ നൽകിയ സംഘടന മലയാളി സഭ. മലയാളി മെമ്മോറിയലിന് പിന്തുണ നൽകിയ സംഘടന മലയാളി സഭ. കോട്ടയം പബ്ലിക് ലൈബ്രറിയിൽ വെച്ചാണ് മലയാളി മെമ്മോറിയലിന് രൂപം കൊടുത്തത്. ഈഴവ മെമ്മോറിയൽ. തിരുവിതാംകൂറിലെ ഈഴവരുടെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ശ്രീമൂലം തിരുനാളിന് ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചത് 1896 സെപ്റ്റംബർ 3-ന്. തിരുവിതാംകൂറിലെ ഈഴവരുടെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ശ്രീമൂലം തിരുനാളിന് ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചത് 1896 സെപ്റ്റംബർ 3-ന്. ഈഴവ മെമ്മോറിയലിന്റെ ശില്പി ഡോക്ടർ പി. പൽപ്പു. ഈഴവ മെമ്മോറിയലിന്റെ ശില്പി ഡോക്ടർ പി. പൽപ്പു. ഈഴവ മെമ്മോറിയലിൽ 13,107 പേർ ഒപ്പിട്ടു. രണ്ടാം ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചത് കഴ്സൺ പ്രഭുവിന് 1900-ലാണ്. രണ്ടാം ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചത് കഴ്സൺ പ്രഭുവിന് 1900-ലാണ്. 1904-ലാണ് ശ്രീമൂലം പ്രജാസഭ രൂപം കൊണ്ടത്. 1904-ലാണ് ശ്രീമൂലം പ്രജാസഭ രൂപം കൊണ്ടത്. പൗരസമത്വവാദ പ്രക്ഷോഭം. ജാതിമത വ്യത്യാസമില്ലാതെ തിരുവിതാംകൂറിലെ ഗവൺമെന്റ് സർവീസിൽ നിയമനം നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് 1919 രൂപം കൊണ്ടതാണ് പൗരസമത്വവാദ പ്രക്ഷോഭം. ജാതിമത വ്യത്യാസമില്ലാതെ തിരുവിതാംകൂറിലെ ഗവൺമെന്റ് സർവീസിൽ നിയമനം നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് 1919 രൂപം കൊണ്ടതാണ് പൗരസമത്വവാദ പ്രക്ഷോഭം. പൗരസമത്വവാദ പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുത്തത് ടി കെ മാധവൻ, ഇ ജെ ജോൺ. പൗരസമത്വവാദ പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുത്തത് ടി കെ മാധവൻ, ഇ ജെ ജോൺ. പൗരസമത്വവാദ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് രൂപീകരിച്ച സമരസമിതി പൗരാവകാശ ലീഗ് 1919. പൗരസമത്വവാദ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് രൂപീകരിച്ച സമരസമിതി പൗരാവകാശ ലീഗ് 1919. ലോകം മുഴുവൻ ലാഭമായി കിട്ടിയാലും ആത്മാഭിമാനം നഷ്ടമായാൽ പ്രയോജനമില്ല എന്നഭിപ്രായപ്പെട്ടത് ടി കെ മാധവൻ. നിവർത്തന പ്രക്ഷോഭം. സി പി രാമസ്വാമി അയ്യർ തിരുവിതാംകൂറിൽ നടപ്പിലാക്കിയ ഭരണ പരിഷ്കാരങ്ങൾക്കെതിരെ സംഘടിക്കപ്പെട്ട പ്രക്ഷോഭം നിവർത്തന പ്രക്ഷോഭം. സി പി രാമസ്വാമി അയ്യർ തിരുവിതാംകൂറിൽ നടപ്പിലാക്കിയ ഭരണ പരിഷ്കാരങ്ങൾക്കെതിരെ സംഘടിക്കപ്പെട്ട പ്രക്ഷോഭം നിവർത്തന പ്രക്ഷോഭം. ജനസംഖ്യക്ക് അനുസൃതമായ സമുദായങ്ങൾക്ക് ആനുപാതിക പ്രതിനിധ്യം തിരുവിതാംകൂർ നിയമസഭയിൽ നൽകുക എന്നാവശ്യപ്പെട്ടുകൊണ്ട് 1932 നടന്ന പ്രക്ഷോഭം നിവർത്തന പ്രക്ഷോഭം. നിവർത്തന പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയത് IC ചാക്കോ, NV ജോസഫ്, C കേശവൻ. നിവർത്തന പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടാണ് 1935 മെയ് 11-ന് C കേശവൻ കോഴഞ്ചേരി പ്രസംഗം നടത്തുന്നത്. തുടർന്ന് അദ്ദേഹം ജയിലിലാകുന്നു. നിവർത്തന പ്രക്ഷോഭത്തിന്റെ ജിഹ്വ എന്നറിയപ്പെട്ട പത്രം കേരള കേസരി. നിവർത്തന പ്രക്ഷോഭത്തിന്റെ ജിഹ്വ എന്നറിയപ്പെട്ട പത്രം കേരള കേസരി. കേരള കേസരി പത്രത്തിന്റെ സ്ഥാപകനും പത്രാധിപരുമായ വ്യക്തി A. ബാലകൃഷ്ണപിള്ള. കേരള കേസരി പത്രത്തിന്റെ സ്ഥാപകനും പത്രാധിപരുമായ വ്യക്തി A. ബാലകൃഷ്ണപിള്ള. നിവർത്തന പ്രക്ഷോഭത്തിൽ പങ്കെടുത്ത സമുദായങ്ങൾ ഈഴവ, ക്രിസ്ത്യാനികൾ, മുസ്ലിങ്ങൾ. നിവർത്തന പ്രക്ഷോഭത്തിന് ആ പേരു നൽകിയത് IC ചാക്കോ. നിവർത്തന പ്രക്ഷോഭത്തിന് ആ പേരു നൽകിയത് IC ചാക്കോ. നിവർത്തന പ്രക്ഷോഭ സമയത്തെ തിരുവിതാംകൂർ രാജാവ് ചിത്തിര തിരുനാൾ. നിവർത്തന പ്രക്ഷോഭ സമയത്തെ തിരുവിതാംകൂർ രാജാവ് ചിത്തിര തിരുനാൾ. നിവർത്തന പ്രക്ഷോഭത്തിന്റെ ഫലങ്ങൾ. തിരുവിതാംകൂർ PSC 1936 രൂപീകരിച്ചു. ആദ്യ ചെയർമാൻ GD നോക്സ്. സർക്കാർ ഉദ്യോഗങ്ങളിൽ സാമുദായിക സംവരണം നൽകി തുടങ്ങി. തിരുവിതാംകൂർ നിയമസഭയിൽ ജനസംഖ്യാനുപാതികമായ സമുദായങ്ങൾക്ക് സംവരണം നൽകി. 1 രൂപ വാർഷിക നികുതി നൽകുന്നവർക്ക് വോട്ടവകാശം അനുവദിച്ചു.
തിരുവിതാംകൂർ ചരിത്രത്തിലെ ഏറ്റവും ശക്തമായ രാഷ്ട്രീയ പ്രക്ഷോഭം നിവർത്തന പ്രക്ഷോഭം. തിരുവിതാംകൂർ ചരിത്രത്തിലെ ഏറ്റവും ശക്തമായ രാഷ്ട്രീയ പ്രക്ഷോഭം നിവർത്തന പ്രക്ഷോഭം. ക്ഷേത്രപ്രവേശന വിളംബരം. ഐത്തത്തിനെതിരായി കേരളത്തിൽ നടന്ന ആദ്യ പ്രക്ഷോഭം തളിക്ഷേത്ര പ്രക്ഷോഭം. ഐത്തത്തിനെതിരായി കേരളത്തിൽ നടന്ന ആദ്യ പ്രക്ഷോഭം തളിക്ഷേത്ര പ്രക്ഷോഭം. തളിക്ഷേത്ര പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയത് സി കേശവൻ, കെ പി കേശവമേനോൻ, മഞ്ചേരി രാമയ്യർ. തളിക്ഷേത്ര പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയത് സി കേശവൻ, കെ പി കേശവമേനോൻ, മഞ്ചേരി രാമയ്യർ. ആദ്യമായി അവർണർക്ക് ക്ഷേത്രപ്രവേശനം അനുവദിച്ച ക്ഷേത്രം അകത്തേത്തറ കൈമാടം അയ്യപ്പ ക്ഷേത്രം. ആദ്യമായി അവർണർക്ക് ക്ഷേത്രപ്രവേശനം അനുവദിച്ച ക്ഷേത്രം അകത്തേത്തറ കൈമാടം അയ്യപ്പ ക്ഷേത്രം. തിരുവിതാംകൂറിൽ ക്ഷേത്രപ്രവേശന വിളംബരം നടന്നത് 1936 നവംബർ 12-ന്. തിരുവിതാംകൂറിൽ ക്ഷേത്രപ്രവേശന വിളംബരം നടന്നത് 1936 നവംബർ 12-ന്. ക്ഷേത്രപ്രവേശന വിളംബരം നടത്തിയ രാജാവ് ചിത്ര തിരുനാൾ. ക്ഷേത്രപ്രവേശന വിളംബരം നടത്തിയ രാജാവ് ചിത്ര തിരുനാൾ. ക്ഷേത്രപ്രവേശനം പുറപ്പെടുവിച്ച ദിവാൻ സി പി രാമസ്വാമി അയ്യർ. ക്ഷേത്രപ്രവേശനം പുറപ്പെടുവിച്ച ദിവാൻ സി പി രാമസ്വാമി അയ്യർ. ക്ഷേത്രപ്രവേശനത്തെ സംബന്ധിച്ച് റിപ്പോർട്ട് സമർപ്പിച്ച സമിതി തലവൻ വി എസ് സുബ്രഹ്മണ്യ അയ്യർ. മഹാകവി ഉള്ളൂർ ഈ സമിതിയിൽ അംഗമായിരുന്നു. ക്ഷേത്രപ്രവേശനത്തെ സംബന്ധിച്ച് റിപ്പോർട്ട് സമർപ്പിച്ച സമിതി തലവൻ വി എസ് സുബ്രഹ്മണ്യ അയ്യർ. ക്ഷേത്രപ്രവേശനത്തെ തിരുവിതാംകൂറിന്റെ സ്പിരിച്വൽ മാഗ്നക്കാട്ട എന്ന് വിശേഷിപ്പിച്ചത് ടി കെ വേലുപിള്ള. ക്ഷേത്രപ്രവേശനത്തെ തിരുവിതാംകൂറിന്റെ സ്പിരിച്വൽ മാഗ്നക്കാട്ട എന്ന് വിശേഷിപ്പിച്ചത് ടി കെ വേലുപിള്ള. ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജി. ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജി. ജനങ്ങളുടെ ആധ്യാത്മിക വിമോചനത്തിന്റെ ആധികാരിക രേഖയായ സ്മൃതി എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജി. ജനങ്ങളുടെ ആധ്യാത്മിക വിമോചനത്തിന്റെ ആധികാരിക രേഖയായ സ്മൃതി എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജി. തിരുവിതാംകൂറിന്റെ അല്ലെങ്കിൽ കേരളത്തിന്റെ മാഗ്നക്കാട്ട എന്ന് വിശേഷിക്കപ്പെട്ടത് ക്ഷേത്രപ്രവേശന വിളംബരം. ആധുനിക കാലഘട്ടത്തിലെ അഹിംസാത്മക വിപ്ലവം എന്ന് വിശേഷിപ്പിച്ചത് സി രാജഗോപാലാചാരി. ആധുനിക കാലഘട്ടത്തിലെ അഹിംസാത്മക വിപ്ലവം എന്ന് വിശേഷിപ്പിച്ചത് സി രാജഗോപാലാചാരി. ക്ഷേത്രപ്രവേശന വിളംബരം നടത്തിയ ചിത്ര തിരുനാളിനെ പ്രകീർത്തിച്ചുകൊണ്ട് ഉള്ളൂർ രചിച്ച ഖണ്ഡകാവ്യം ചൈത്രപ്രഭാവം. ക്ഷേത്രപ്രവേശന വിളംബരം നടത്തിയ ചിത്ര തിരുനാളിനെ പ്രകീർത്തിച്ചുകൊണ്ട് ഉള്ളൂർ രചിച്ച ഖണ്ഡകാവ്യം ചൈത്രപ്രഭാവം. മദ്രാസ് ക്ഷേത്രപ്രവേശന നിയമം വന്നത് 1947 ജൂൺ 12-ന്. മദ്രാസ് ക്ഷേത്രപ്രവേശന നിയമം വന്നത് 1947 ജൂൺ 12-ന്. കൊച്ചി ക്ഷേത്രപ്രവേശന വിളംബരം നടത്തിയത് 1947 ഡിസംബർ 22-ന്. നിലവിൽ വന്നത് 1948 ഏപ്രിൽ 14-ന്. ഉത്തരവാദ പ്രക്ഷോഭം. നാട്ടുരാജ്യങ്ങളിലെ സർക്കാർ ഭരണത്തിൽ പൊതുജനങ്ങൾക്ക് പ്രാതിനിധ്യം നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടന്ന പ്രക്ഷോഭം ഉത്തരവാദ പ്രക്ഷോഭം. ഉത്തരവാദ പ്രക്ഷോഭം നടന്നത് 1938-ൽ. ഉത്തരവാദ പ്രക്ഷോഭം നടന്നത് 1938-ൽ. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപീകൃതമായത് 1938-ൽ. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപീകൃതമായത് 1938-ൽ. ആദ്യ പ്രസിഡന്റ് പട്ടം താണുപിള്ള. ആദ്യ സെക്രട്ടറി പി എസ് നടരാജപിള്ള. ആദ്യ പ്രസിഡന്റ് പട്ടം താണുപിള്ള. ആദ്യ സെക്രട്ടറി പി എസ് നടരാജപിള്ള. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ വനിതാ വോളണ്ടിയർ ഗ്രൂപ്പ് ദേശസേവിക സംഘം. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ വനിതാ വോളണ്ടിയർ ഗ്രൂപ്പ് ദേശസേവിക സംഘം. ദേശസേവിക സംഘം രൂപീകരിച്ചത് അക്കാമ ചെറിയാൻ. ദേശസേവിക സംഘം രൂപീകരിച്ചത് അക്കാമ ചെറിയാൻ. ഉത്തരവാദ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം തമ്പാനൂരിൽ നിന്നും കാവടിയാർ കൊട്ടാരത്തിലേക്ക് രാജധാനി മാർച്ചിന് നേതൃത്വം നൽകിയത് അക്കാമ ചെറിയാൻ. ഉത്തരവാദ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം തമ്പാനൂരിൽ നിന്നും കാവടിയാർ കൊട്ടാരത്തിലേക്ക് രാജധാനി മാർച്ചിന് നേതൃത്വം നൽകിയത് അക്കാമ ചെറിയാൻ. ഉത്തരവാദ പ്രക്ഷോഭത്തിന്റെ 12ാമത്തെ ഡിക്റ്റേറ്റർ അക്കാമ ചെറിയാൻ. ഉത്തരവാദ പ്രക്ഷോഭത്തിന്റെ 12ാമത്തെ ഡിക്റ്റേറ്റർ അക്കാമ ചെറിയാൻ. ആദ്യ ഡിക്റ്റേറ്റർ പട്ടം താണുപിള്ള. ആദ്യ ഡിക്റ്റേറ്റർ പട്ടം താണുപിള്ള. ഉത്തരവാദ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി മധുരയിൽ നിന്നും തിരുവിതാംകൂറിലേക്ക് ജാഥ നയിച്ചതിന് ജയിലിലടക്കുകയും പിന്നീട് മരണപ്പെടുകയും ചെയ്ത നേതാവ് ശിവരാജ പാണ്ഡ്യൻ. ഉത്തരവാദ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി മധുരയിൽ നിന്നും തിരുവിതാംകൂറിലേക്ക് ജാഥ നയിച്ചതിന് ജയിലിലടക്കുകയും പിന്നീട് മരണപ്പെടുകയും ചെയ്ത നേതാവ് ശിവരാജ പാണ്ഡ്യൻ. മലബാറിൽ നിന്നും ജാഥ നയിച്ചത് AKG. ആലുവയിൽ വെച്ച് AKG അറസ്റ്റ് ചെയ്തു. ഉത്തരവാദ പ്രക്ഷോഭ സമയത്തെ തിരുവിതാംകൂർ രാജാവ് ചിത്ര തിരുനാൾ. ഉത്തരവാദ പ്രക്ഷോഭ സമയത്തെ തിരുവിതാംകൂർ രാജാവ് ചിത്ര തിരുനാൾ. ദിവാൻ സി പി രാമസ്വാമി അയ്യർ. ദിവാൻ സി പി രാമസ്വാമി അയ്യർ. ഉത്തരവാദ പ്രക്ഷോഭ സമയത്തെ കോൺഗ്രസ് പ്രസിഡന്റ് പട്ടം താണുപിള്ള. ഉത്തരവാദ പ്രക്ഷോഭ സമയത്തെ കോൺഗ്രസ് പ്രസിഡന്റ് പട്ടം താണുപിള്ള. 1948-ൽ തിരുവിതാംകൂറിന്റെ ആദ്യ മുഖ്യമന്ത്രിയായത് പട്ടം താണുപിള്ള. 1948-ൽ തിരുവിതാംകൂറിന്റെ ആദ്യ മുഖ്യമന്ത്രിയായത് പട്ടം താണുപിള്ള. താങ്ക് യു.